ചേലക്കര കഴിഞ്ഞ പ്രാവശ്യം 38,000 ഭൂരിപക്ഷത്തിന് കെ രാധാകൃഷ്ണൻ ജയിച്ചതാണ്. ഇപ്പോൾ 12,000 മാത്രം ഭൂരിപക്ഷത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതിന് വേറെ സാക്ഷിയൊന്നും വേണ്ട. നമസ്കാരം. 3 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഗോദയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ പെരുമഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടി ആയിരുന്നു. പെട്ടി വിവാദമെന്ന് പിന്നീട് അറിയപ്പെടുകയും ചെയ്തു. അതും ഇപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും പെട്ടി വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്ത് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീല പെട്ടി പൊക്കിക്കൊണ്ട് ഒരു വിജയപ്രകടനം നടക്കുകയാണ്.
സാർ, പാലക്കാട് അത്യുഗ്രനായ ഒരു വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ സാർ? ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ നേതൃവലയം മുഴുവൻ പറഞ്ഞ ഭൂരിപക്ഷത്തിൻ്റെ കണക്കിലെത്തിയിരിക്കുകയാണ്. ഈ വിജയം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അതിപ്പോൾ തീർത്തും യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. ഈ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നല്ലോ. അതൊന്നുമില്ല. UDF ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ റിസൾട്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ പഞ്ചായത്തിലും വളരെ സജീവമായ പ്രവർത്തനം, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ റിസൾട്ട്. ചേലക്കരയിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ചേലക്കര കഴിഞ്ഞ പ്രാവശ്യം 38,000 ഭൂരിപക്ഷത്തിന് കെ രാധാകൃഷ്ണൻ ജയിച്ചതാണ്. ഇപ്പോൾ 12,000 മാത്രം ഭൂരിപക്ഷത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതിന് വേറെ സാക്ഷിയൊന്നും വേണ്ട. അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ചേലക്കര. ഈ ഒരു വിജയം 2 മണ്ഡലങ്ങളിൽ വലിയൊരു വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ? ഉറപ്പായും. UDF തൂത്തുവാരുമല്ല, ഉറപ്പായും പ്രതിഫലിക്കും. മാത്രം കൊടുത്താൽ എന്തായാലും പെട്ടി പൊട്ടിച്ച് എന്നുള്ള മുദ്രാവാക്യവുമായാണ് തിരുവനന്തപുരത്തെ വിജയാഘോഷം കൊഴുത്തിരിക്കുന്നത്. എന്തായാലും പെട്ടി പൊട്ടിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.